ഹായ് ഓൾ, ദിസ് ഇസ് മീ അനന്തു. വെൽത്തിഫയുടെ മറ്റൊരു അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഗോൾഡ് ആണ്. സോ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് വീക്കിൽ ഗോൾഡ് ഒരു നല്ലൊരു ബെയറിഷ് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു താഴ്ത്തോട്ടേക്ക്. അതിനുശേഷം ഒരു സ്ട്രോങ് റിക്കവറി തന്നെ ഗോൾഡ് നടത്തി. അപ്പോ ഇപ്പോഴും ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഇപ്പോൾ ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു പ്രോബിലിറ്റി നമുക്ക് കാണാം. കാരണം ഈ ഒരു ലെവലാണ് അതിന്റെ ഓൾറെഡി ഉള്ള ഹൈ. അപ്പൊ ആ ഹൈ വരെ ഗോൾഡ് വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലായിട്ട് കാണുന്നു. ദെൻ ഈ ഹൈ ബ്രേക്ക് ചെയ്തതിനു ശേഷമായിരിക്കും ഇനി അടുത്ത ഒരു ലെവലിലേക്ക് ഗോൾഡ് പോകാനുള്ള പ്രോബിലിറ്റി. അപ്പൊ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയർ ടൈം ഫ്രെയിമിലെ ഒരു വ്യൂ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോഴും ബുള്ളിഷ് ആണ്. സോ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്കത് ഇനി മുകളിലോട്ട് പോകുമെന്നുള്ള ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. പ്രോബബ്ലി ഈ ഒരു ഹൈ ലെവലിൽ ഒരു റിജക്ഷൻ കാണാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഒരു ബുള്ളിഷ് വ്യൂ തന്നെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം. ഇനി നമുക്ക് യൂറോയിലേക്ക് പോവാം. സോ യൂറോയെ സംബന്ധിച്ച് യൂറോ ഭയങ്കര ബുള്ളിഷ് ആണ്. ഇത് നമ്മുടെ ഒരു റെസിസ്റ്റന്റ് ലെവലാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള റെസിസ്റ്റന്റ് ലെവലാണ്. സോ ഓരോ തവണയും ഈ ലെവൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി നമുക്ക് മുകളിലോട്ടേക്ക് ഒരു വ്യൂ കിട്ടി. തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ മുകളിലോട്ടേക്ക് നല്ലൊരു മൊമെന്റ് ആണ് വന്നത്. ഇപ്പൊ ഓൾറെഡി യൂറോയിലും അല്ലെങ്കിൽ GBP-യിലും നോക്കി കഴിഞ്ഞാൽ ഈ ഒരു നല്ലൊരു ബുള്ളിഷ് മൊമെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന്റെ കാരണം ഡോളർ ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. സോ ഡോളർ ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഡോളർ ഇൻഡെക്സിന്റെ ഒരു സിറ്റുവേഷൻ. ലാസ്റ്റ് വീക്കിൽ വന്നിരിക്കുന്ന മൊമെന്റ് ആണ് നല്ല രീതിക്ക് താഴോട്ട് വന്നിരിക്കുന്നത്. സോ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് യൂറോയിലും GBP-യിലും കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ഡോളർ വരുന്ന കറൻസി പെയേഴ്സിൽ ഈ ഒരു രീതിയിലുള്ള നല്ല മൊമെന്റം വന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിന്റെ വാല്യൂവിലുള്ള ഒരു കാര്യമാണ്. ഡോളർ ഇൻഡെക്സിൽ വരുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റിയത്. അപ്പൊ ഡോളർ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതാണ് ഇതിന്റെ ഒരു സ്വിംഗ് സ്ട്രക്ചർ. ഓൾറെഡി ഹൈ ബ്രേക്ക് ചെയ്ത് നല്ല മൊമെന്റം തന്നിട്ട് അത് റീട്രേസ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് താഴേക്ക് വന്നിരിക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് താഴത്തോട്ട് വന്നിരിക്കുന്നത്. അത് ഇനിയും ഇത് താഴേക്ക് വരുന്നതിനനുസരിച്ച് അവിടെ യൂറോയിലും GBP-യിലൊക്കെ മുകളിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ഇതിപ്പോ ഏകദേശം ഒരു 50% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം OT ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു സ്ട്രെങ്ത് കണ്ടിട്ട് ഇതിപ്പോ റിവേഴ്സ് ആവാനുള്ള പ്രോബിലിറ്റി കാണുന്നില്ല. ബട്ട് റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽസ് തന്നെയാണത്. ഇനി ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ താഴോട്ട് കൂടുതൽ വരികയാണെങ്കിൽ അതനുസരിച്ച് യൂറോയിലും GBP-യിലും നല്ല രീതിക്ക് മുകളിലോട്ടേക്ക് മാർക്കറ്റ് പോകാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. സോ എപ്പോഴും ഈ ഡോളർ ഇൻഡെക്സ് DXY നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ട്രേഡിംഗ് വ്യൂല്. ഡോളർ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു കോറിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് നല്ല ട്രേഡ്സ് കിട്ടും. ഇപ്പോ ICT ഡൈവർജൻസ് ഇത് തന്നെയാണ് പറയുന്നത്. രണ്ട് കറൻസി പെയേഴ്സ് തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കുക. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. അപ്പൊ അതിൽ വരുന്ന ചെറിയ ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന്റെ മൊമെന്റം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ആ രീതിയിൽ നമുക്ക് ആ കറൻസി പേഴ്സിൽ ട്രേഡ്സ് എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് GBP/JPY പോവാം. GBP/JPY സംബന്ധിച്ച് ഞാൻ ബുള്ളിഷ് ആണ്. ഞാൻ ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് ഇനിയും മുകളിലോട്ടേക്ക് മാർക്കറ്റിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ ഹൈ വരെ ഒക്കെ ഞാൻ ലെവലിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിനെ. സോ ഞാൻ GBP/JPY-യിലെ ഒരു വ്യൂവില് ബുള്ളിഷ് ആണ്. അപ്പോ എല്ലാം ബുള്ളിഷ് ആണ് ആക്ച്വലി. നമ്മളെ ഗോൾഡും ബുള്ളിഷ് ആണ്, യൂറോയും ബുള്ളിഷ് ആണ്, ദെൻ GBP/JPY-യും ബുള്ളിഷ് ആണ്. സോ നെക്സ്റ്റ് വീക്കില് നമ്മുടെ ഇതിന്റെ ഒക്കെ മൂവ്മെന്റ് അനുസരിച്ച് നമുക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തണം. കാര്യം മാർക്കറ്റ് മൂവ് ചെയ്താലാണ് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് വരുള്ളൂ. അപ്പോ ആ മൊമെന്റ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റും. സോ മറ്റൊരു അനാലിസിസ് വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ.